ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്തിനെ രാഷ്ട്രപതി നിയമിച്ചു. നവംബർ 24-ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. നവംബർ 23-ന് സ്ഥാനമൊഴിയുന്ന ജസ്റ്റിസ് BR ഗവായിയുടെ പിൻഗാമിയായാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേൽക്കുക. ഗവായി തന്നെയാണ് തന്റെ പിൻഗാമിയായി ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പേര് കേന്ദ്രത്തിന് ശുപാർശ ചെയ്തത്. കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം റദ്ദാക്കിയത് ശരിവച്ചതുൾപ്പെടെ ഒട്ടേറെ സുപ്രധാന വിധികൾ പറഞ്ഞത് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട സുപ്രീം കോടതി ബെഞ്ചാണ്. രാജ്യദ്രോഹ കുറ്റം മരവിപ്പിച്ചുകൊണ്ട് ഇത്തരം കേസുകളിലെ FIRകളിൽ തുടർ നടപടികൾ പാടില്ലെന്ന് വിധിച്ച ബെഞ്ചിലും ജസ്റ്റിസ് സൂര്യകാന്ത് ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ബീഹാർ SIRന്റെ ഭാഗമായി കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം പേരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന ഉത്തരവ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2022-ലെ പഞ്ചാബ് സന്ദർശനത്തിനിടെയുണ്ടായ സുരക്ഷാ വീഴ്ച അന്വേഷിക്കാൻ മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ നേതൃത്വത്തിൽ 5-അംഗ സമിതിയെ നിയോഗിച്ച ബെഞ്ചിൽ ജസ്റ്റിസ് കാന്തും അംഗമായിരുന്നു. ബെഞ്ചില്ലാത്ത സ്കൂളിൽ വെറും നിലത്തിരുന്ന് പഠിച്ചാണ് രാജ്യത്തെ പരമോന്നത കോടതിയുടെ ബെഞ്ചിലേക്കും അവിടെ നിന്ന് പരമോന്നത പദവിയിലേക്കും ജസ്റ്റിസ് സൂര്യകാന്ത് എത്തുന്നത്. 1962 ഫെബ്രുവരി 10-ന് ഹരിയാനയിലെ ഹിസാറിനടുത്തുള്ള പെട്വാഡ് ഗ്രാമത്തിലെ സാധാരണ കുടുംബത്തിലായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ജനനം. സ്കൂൾ അധ്യാപകനായിരുന്നു പിതാവ്. ഗ്രാമത്തിലെ മറ്റു കുട്ടികളെപ്പോലെ വീട്ടുകാരെ കൃഷിയിൽ സഹായിക്കാൻ ജസ്റ്റിസ് സൂര്യകാന്തും സമയം കണ്ടെത്തി. 10ാം ക്ലാസിന്റെ ബോർഡ് പരീക്ഷ എഴുതാൻ ഹാൻസിയിലേക്ക് പോയപ്പോഴാണ് ആദ്യമായി താൻ ഒരു ചെറു പട്ടണം കാണുന്നതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. റോത്തക്കിലെ മഹർഷി ദയാനന്ദ സർവകലാശാലയിൽ നിന്നാണ് നിയമബിരുദം നേടുന്നത്. ആദ്യം ജില്ലാ കോടതികളിലും പിന്നീട് പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയിലും പ്രാക്ടീസ് ചെയ്ത അദ്ദേഹം 38-ാം വയസ്സിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലുമായി. 2004-ൽ 42-ാം വയസ്സിലാണ് ജസ്റ്റിസ് സൂര്യകാന്ത് പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയിൽ ജഡ്ജിയായത്. 2011-ൽ കുരുക്ഷേത്ര സർവകലാശാലയിൽ നിന്ന് വിദൂര പഠനത്തിലൂടെ നിയമത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. 14 വർഷം ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് സൂര്യകാന്ത് 2018-ൽ ഹിമാചൽ പ്രദേശിൽ ചീഫ് ജസ്റ്റിസായി. കടന്നുവന്ന പാതകൾ മറക്കാത്തതുകൊണ്ടാവാം ഗ്രാമത്തിലെ മികച്ച വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാനും സമ്മാനങ്ങൾ നൽകാനും അദ്ദേഹം ഇപ്പോഴും തന്റെ ഗ്രാമത്തിലെത്താറുണ്ട്.